വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു ചാപ്റ്റർ റിവിഷൻ ചെയ്യാം. ബിസിനസ് സ്റ്റഡീസിൽ +2 ബിസിനസ് സ്റ്റഡീസിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. സോ തീർച്ചയായിട്ടും എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് റിവൈസ് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം, അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോൺസെപ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? അപ്പോൾ ടേമിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ളൊരു ടേം തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ യൂഷ്വലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വേണ്ട ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കമ്മോഡിറ്റീസ് മാർക്കറ്റാണ് അല്ലേ. അപ്പോൾ അവിടേക്ക് നമ്മളുടെ ഡേ ടു ലൈഫിന് ആവശ്യമായ ഗുഡ്സാണ് നമ്മൾ കമ്മോഡിറ്റീസ് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഗുഡ്സ് നമ്മൾ വാങ്ങിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഫിനാൻസിന് വേണ്ടിയിട്ട് ഒരു മാർക്കറ്റ് ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ആ മാർക്കറ്റിനാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് എക്സ്ചേഞ്ച് ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കമ്മോഡിറ്റീസ് മാർക്കറ്റിൽ അവിടെ പ്രൊഡക്ട്സ് ആണ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണെങ്കിൽ ഇവിടെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് ഇപ്പോൾ ഷെയർ, ഡിബഞ്ചർ ഇങ്ങനെയൊക്കെയുള്ള അതായത് സെക്യൂരിറ്റീസ് ഒക്കെയാണ് എന്ത് ചെയ്യുക ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ സർപ്ലസ് ഫണ്ടുള്ള ടീം ഡെഫിസിറ്റ് ഫണ്ടുള്ള മറ്റൊരു ടീമിന് ഫിനാൻസ് കൈമാറുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആരാണ് ഈ സർപ്ലസ് ഫണ്ടുള്ള ടീം അല്ലെങ്കിൽ സർപ്ലസ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്? ഇൻവെസ്റ്റേഴ്സ് ആണ് അല്ലേ. ഇൻവെസ്റ്റേഴ്സ്, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ആവാം, കോർപ്പറേറ്റ്സ് ആവാം. ഓക്കെ, അപ്പോൾ ഇവരാണ് ഈ സർപ്ലസ് ഫണ്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഡെഫിസിറ്റ് ഫണ്ടുള്ള യൂണിറ്റ്സ്? ബിസിനസ് എൻ്റർപ്രൈസസ് അല്ലേ. അപ്പോൾ ഒരു ബിസിനസ് എൻ്റർപ്രൈസസിന് മണി വേണം, ക്യാഷ് വേണം, ഫിനാൻസ് വേണം. അപ്പോൾ അത് കളക്ട് ചെയ്യാനുള്ള സോഴ്സസ് എന്തൊക്കെയാണ്? അപ്പോൾ ആ സോഴ്സസിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, അങ്ങനെ ഫിനാൻസ് കളക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് യൂണിറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഫണ്ട് റിക്വയർ ചെയ്യുന്ന ഒരു ടീമും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടീമും ഇവർ തമ്മിലുള്ള ഒരു ലിങ്കായിട്ട് അവർക്ക് മീറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് തന്നെയാണ് എന്തിനെ പറയുന്നത്? ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറയുന്നത്. നമ്മൾ കമ്മോഡിറ്റീസ് മാർക്കറ്റിലും ഇത് തന്നെയാണ് പഠിക്കുന്നത്. കമ്മോഡിറ്റീസ് മാർക്കറ്റിൽ നമ്മൾ പഠിക്കുന്നത് എന്താ? മാർക്കറ്റ് ഈസ് എ പ്ലേസ് വിയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ടുഗദർ ആൻഡ് എക്സ്ചേഞ്ചസ് ദെയർ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ കമ്മോഡിറ്റീസ് മാർക്കറ്റ് അല്ല എന്ന് മാത്രം, ഇവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ട്രാൻസാക്ട് ചെയ്യുന്നത് എന്താണ്? ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. സർപ്ലസ് ഫണ്ടുള്ളവർ ഡെഫിസിറ്റ് ഫണ്ടുള്ള ആ യൂണിറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ഫിനാൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്കൊരു കോൺസെപ്റ്റ് വൈസ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷൻ ചാനലൈസിങ് സേവിങ്സ് ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സേവിങ്സിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ സേവിങ്സും ഇൻവെസ്റ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. ചാനലൈസിങ് എന്താണ്? ഓഫേഴ്സ് ഇൻവെസ്റ്റേഴ്സ് വിത്ത് വേരിയസ് ഓൾട്ടർനേറ്റീവ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉള്ളതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് വരുന്നത്, വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഫോർ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ഫ്രം ഹൗസ് ഹോൾഡ്സ് ടു ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്നും ഫണ്ട് കളക്ട് ചെയ്ത് അത് ലാർജ് ഓർഗനൈസേഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതും ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉള്ളതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ഈ ഡിബഞ്ചർ, ബോണ്ട് അല്ലെങ്കിൽ ഷെയർ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അക്കൗണ്ടൻസിയിൽ പഠിച്ചിട്ടുണ്ട്. അവിടെയും നമ്മൾക്കറിയാം നമ്മൾക്ക് ഓരോരുത്തർക്കും ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു വലിയൊരു കമ്പനിയുടെ, ഒരു ലാർജ് സൈസ്ഡ് കമ്പനിയുടെ ഷെയറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാം, ബോണ്ട്സ് പർച്ചേസ് ചെയ്യാം, ബോണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും അവിടെ ഇൻഡിവിജ്വൽസ് ആണ് ഇൻവോൾവ് ആവുന്നത്. ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എല്ലാവർക്കും ഒരുപോലെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് എന്ത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതാണ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ അവൈലബിൾ ആൻഡ് ഓൾസോ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ഫ്രം ഹൗസ് ഹോൾഡ് ടു ഇൻവെസ്റ്റേഴ്സ് ഈസ് പോസിബിൾ through financial market. Therefore, financial market channelizes savings into investments. അപ്പോൾ സേവിങ്സിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി ചാനലൈസ് ചെയ്യുന്നു. മറ്റൊരു ഫംഗ്ഷൻ പ്രൈസ് ഡിറ്റർമിനേഷൻ. ഇപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഡിമാൻഡായിട്ടും സപ്ലയേഴ്സ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ്സ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്, ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻട്രാക്ഷൻ ഓഫ് ഫണ്ട്സ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇസ് എ പ്ലേസ് ഫോർ ഡിറ്റർമിനിങ് ദ പ്രൈസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. മറ്റൊന്ന്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഫെസിലിറ്റേറ്റ്സ് ലിക്വിഡിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഫിനാൻഷ്യൽ അസറ്റ്സ് ഈസി ആയിട്ട് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻ്റ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസാണ് എന്ത്, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അസറ്റ്സ് സെയിൽ ചെയ്യുക, പർച്ചേസ് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ഫിനാൻഷ്യൽ മാർക്കറ്റിലൂടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പോൾ അവിടുന്ന് മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഡിഫറെൻറ്റ് സെക്യൂരിറ്റീസ്, ആ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള പല ഇൻഫർമേഷൻസും ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് ഈ രണ്ട് ടീമിനും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെ ടൈം സേവ് ചെയ്യാൻ പറ്റും, എഫേർട്സ് സേവ് ചെയ്യാൻ പറ്റും, അല്ലേ, മണി സേവ് ചെയ്യാൻ പറ്റും, ബോത്ത് ഫോർ ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയുന്നു, അത് ട്രാൻസാക്ഷൻ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്നു എന്നൊക്കെയാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ തന്നെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഈ പറയുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് എ പ്ലേസ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ഓർ ഫിനാൻഷ്യൽ അസറ്റ്സ്, അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. Okay, the financial markets are classified on the basis of maturity of financial instruments traded in them. If the maturity period is less than 1 year for an instrument, then they are traded in money market. On the other hand, the instruments with a longer maturity are traded in the ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ഒറ്റ കാര്യം നോക്കിയാൽ മതി, മെച്യൂരിറ്റി ബേസിസിലാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ഇവിടെ ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ മെച്യൂരിറ്റി ഉള്ള സെക്യൂരിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നത് എവിടെയായിരിക്കും, ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരിക്കും, ലോങ്ങർ മെച്യൂരിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം മെച്യൂരിറ്റി, ദാറ്റ് മീൻസ് ലെസ് ദാൻ 1 ഇയർ, 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ മെച്യൂർ ആവുന്ന സെക്യൂരിറ്റീസ് ആണെങ്കിൽ അത് ഏത് മാർക്കറ്റിൽ കൂടി ആയിരിക്കും വിടുക, മണി മാർക്കറ്റിൽ കൂടി ആയിരിക്കും വിടുക. ഓക്കെ, അപ്പോൾ ഷോർട്ട് പീരീഡിലേക്കുള്ളത് മണി മാർക്കറ്റും ലോങ് പീരീഡിലേക്കുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റും ഇങ്ങനെ ഓർത്തിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ പ്രൈമറി മാർക്കറ്റ് എന്താണ്, സെക്കൻഡറി മാർക്കറ്റ് എന്താണ്, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ മെയിൻ ആയിട്ടും ഡീൽ ചെയ്യുന്നത് നമുക്കറിയാം ഷെയർസ്, ലോങ് ടേം ഡിബഞ്ചേഴ്സ്, ബോൺസ് ആൻഡ് അതർ മീഡിയം ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് ആയിരിക്കും എന്ത്, ഈ ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ അതിനെ തന്നെയാണ് ഇവിടെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഈ മണി മാർക്കറ്റ് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, അതായത് മെച്യൂരിറ്റി ലെസ് ദാൻ 1 ഇയർ വരുന്ന സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്ലേസ് ആണ് എന്ത്, മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ വെരി ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മണി, ദാറ്റ് മീൻസ് വളരെ ഈസി ആയിട്ടത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവയെ നിയർ മണി ഇൻസ്ട്രുമെൻറ്റ്സ് എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. മോണിറ്ററി അസറ്റ്സ് വിത്ത് മെച്യൂരിറ്റി പീരീഡ് ഓഫ് ലെസ് ദാൻ ഈക്വൽ ടു 1 ഇയർ. നമ്മൾ പറഞ്ഞ ആ ഒരു ഫീച്ചർ തന്നെയാണ്, ഈ 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ മെച്യൂരിറ്റി വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഓഫ് അൺസെക്യൂർഡ് ബട്ട് ലോവർ റിസ്ക് ആൻഡ് ഹൈലി ലിക്വിഡ് ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്സ്. റിസ്ക് കുറവാണ് ഇവിടെ, അതുപോലെ ലിക്വിഡിറ്റി ഹൈ ആണ്, പക്ഷേ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഹെൽപ്സ് റേസിംഗ് ഫണ്ട് ഫോർ മീറ്റിംഗ് ടെമ്പററി ക്യാഷ് ഷോർട്ടേജ് ആൻഡ് ഒബ്ലിഗേഷൻസ്. പലപ്പോഴും ഒരു ബ്രിഡ്ജ് ഫിനാൻസ് പോലെ യൂസ് ചെയ്യുന്നത്, അതായത് ടെമ്പററി ഷോർട്ടേജസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെയൊരു ഇൻസ്ട്രുമെൻറ്റ് മണി മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ മേജർ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ് ഈ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ്, ബാങ്കിങ് ആൻഡ് അതർ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ലൈക്ക് RBI, commercial banks, non-banking finance companies, state government, large corporate houses and mutual funds. ഇവരൊക്കെയാണ് മേജർ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഈ മണി മാർക്കറ്റിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്പർ 1, ട്രഷറി ബിൽ. ട്രഷറി ബില്ലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ബോറോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ഷോർട്ട് ടേം ബോറോയിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്, ട്രഷറി ബിൽ. ഇതിൻ്റെ
മെച്യൂരിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ഇയർ ആയിരിക്കും. ലെസ് ദാൻ 1 ഇയർ മെച്യൂരിറ്റി പീരീഡ്. ദെൻ ഇറ്റ് ഇസ് ഇഷ്യൂഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതാരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ദ ബാങ്കേഴ്സ് ബാങ്ക്, RBI ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രൊമിസറി നോട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് RBI ഇഷ്യൂസ്. ഓക്കെ, ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ദെൻ ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ എ മിനിമം ഓഫ് ₹25,000 ആൻഡ് ഇൻ മൾട്ടിപ്പിൾസ് ദെയർ ഓഫ്. അപ്പോൾ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 25,000ഉം ദെൻ 25,000 മൾട്ടിപ്പിൾസും ആയിട്ടാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സീറോ കൂപ്പൺ ബോണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് മറ്റൊരു പേരും കൂടിയുണ്ട്, സീറോ കൂപ്പൺ ബോണ്ട്, ആൻഡ് ഹാസ് വെരി ലോ റിസ്ക് ആൻഡ് ഓഫേഴ്സ് ആൻഡ് അഷ്വേർഡ് റിട്ടേൺ. അപ്പോൾ വളരെ റിസ്ക് കുറവായിട്ടുള്ള എന്നാൽ അഷ്വേർഡ് ആയിട്ടുള്ള റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ട്രഷറി ബിൽ. ദ മെച്യൂരിറ്റി പീരീഡ് ഓഫ് ട്രഷറി ബിൽ വേരീസ് ഫ്രം 14 days to 364 days. അപ്പോൾ നേരത്തെ മെച്യൂരിറ്റി പീരീഡ് ലെസ് ദാൻ 1 ഇയർ ആണ് എന്ന് പറയുമ്പം 14 days മുതൽ 364 days വരെയാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ട്രഷറി ബില്ലിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. അടുത്തത് കോൾ മണിയാണ്. ഇറ്റ് ഇസ് എ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഇസ് യൂസ്ഡ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക് ഫോർ ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? കോൾ മണി എന്ന് പറയുന്നത്. ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഡ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക്സ് ഫോർ മീറ്റിംഗ് ദിയർ ക്യാഷ് റിസർവ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ അവരുടെ ക്യാഷ് റിസർവ് റേഷ്യോ റിക്വയർമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഹാസ് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് ലെസ് ദാൻ 15 days. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ മെച്യൂരിറ്റി പീരീഡ് ഉള്ളൂ, 15 days ആണ് ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് വരുന്നത്. ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ദ കോൾ മണി വിച്ച് ഇസ് കോൾഡ് ദ കോൾ റേറ്റ്. അപ്പോൾ ഇതിന് ഇതിൻ്റെ വാല്യൂവിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പറയുന്ന പേരാണ് കോൾ റേറ്റ്. ദിസ് റേറ്റ് ഇസ് ഹൈലി വേരിയബിൾ, വേരിയിങ് ഫ്രം ഡേ ടു ഡേ. അപ്പോൾ അതൊരു ഫിക്സഡ് റേറ്റ് ആവണമെന്നില്ല എന്ന്. ഓക്കെ, മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, എക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ കോൾ റേറ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് സച്ച് ആസ് കൊമേഴ്സ്യൽ പേപ്പർ ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഈ കോൾ മണിയും മറ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസുമായിട്ട് ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നു. കാരണം ഈ കോൾ മണി റേറ്റ് കൂടുമ്പോൾ മറ്റ് ഇൻസ്ട്രുമെൻ്റ്, അതായത് മണി മാർക്കറ്റിൽ വരുന്ന മറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചീപ്പറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും. മറ്റൊരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്സ്യൽ പേപ്പർ, CPs എന്ന് പറയും, കൊമേഴ്സ്യൽ പേപ്പർ. അപ്പോൾ ഇതും ഷോർട്ട് ടേം അൺസെക്യൂർഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1990 പറയുന്നു. ദെൻ അത് നെഗോഷ്യബിൾ ആണ്, ദറ്റ് മീൻസ് ട്രാൻസ്ഫറബിൾ ആണ്. ഒരു പ്രോമിസറി നോട്ടാണ്. ബേസിക്കലി അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോമിസറി നോട്ടായിട്ടാണ്. ദെൻ ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 15 days ടു മാക്സിമം ഓഫ് 1 year. ഇപ്പോൾ 15 ദിവസം മുതൽ 1 വർഷം വരെ. ദീസ് ആർ പ്രൈമർലി യൂസ്ഡ് ബൈ ലാർജ് ആൻഡ് ക്രെഡിറ്റ് വർത്തി കമ്പനീസ് ടു ബ്രിഡ്ജ് ഫിനാൻസിങ്. ഒരു ബ്രിഡ്ജ് ഫിനാൻസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട്, എന്താ പറയുക, ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള മണിയായിട്ട്, ഒരു ഷോർട്ട് ടേം ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ, ഫിനാൻഷ്യൽ നീഡ് ഫില്ല് ചെയ്യാനുള്ള ഒരു മണിയായിട്ടാണ് എന്തിനാ ഈ കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ബ്രിഡ്ജ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ആൻഡ് കമ്പനീസ് പേ ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ദാൻ ദ മാർക്കറ്റ് റേറ്റ്സ്. കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ആർ യൂസ്ഡ് ഫോർ പർപ്പസ് സച്ച് ആസ് ടു മേക്ക് ദ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓൺ ലോങ് ടേം ബോറോയിങ്സ് ഫ്രം ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന ഒരു എക്സ്പെൻസസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ, ആ ഒരു എക്സ്പെൻസസിനാണ് നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓവറോൾ പറയുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ടേഷൻ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നോർമലി ഈ കൊമേഴ്സ്യൽ പേപ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കൊമേഴ്സ്യൽ ബില്ലാണ്. കൊമേഴ്സ്യൽ ബിൽ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഫിനാൻസിങ് ക്രെഡിറ്റ് സെയിൽസ് ബൈ കമ്പനീസ് ഫോർ ദ ഷോർട്ട് ടേം. അപ്പോൾ ഇത് എല്ലാം ഷോർട്ട് ടേം തന്നെയാണ്, ബിക്കോസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. അപ്പം ക്രെഡിറ്റ് സെയിൽസിലാണ് ഈ ഒരു കൊമേഴ്സ്യൽ ബിൽ. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെയും കേട്ടിട്ടുണ്ട്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കൊമേഴ്സ്യൽ ബിൽ. ഇറ്റ് യൂസ്ഡ് ബൈ കമ്പനീസ് ടു ഫിനാൻസ് ദിയർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബിൽ. ദെൻ ഇറ്റ്സ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ഇതും നെഗോഷ്യബിൾ ആണ്. ദെൻ എ സെല്ലർ ഡ്രോസ് ദ കൊമേഴ്സ്യൽ ബിൽ ആൻഡ് ഗീവ്സ് ഇറ്റ് ടു ബൈ. ഇപ്പോൾ നോർമലി ഇത് പ്രിപ്പയർ ചെയ്യുന്നത് സെല്ലർ ആയിരിക്കും, എന്നിട്ട് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യും, ബയർക്ക് കൊടുക്കും, ബയർ ഇത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ബയർ ഇത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ട്രേഡബിൾ ഇൻസ്ട്രുമെൻ്റ് ആയി മാറുന്നു. അപ്പോൾ സെല്ലർക്ക് ഈ ഒരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാം, ബാങ്കിൽ കൊണ്ടുപോയിട്ട് കൊമേഴ്സ്യൽ ബാങ്കിൽ ആ ബില്ല് മെച്യൂർ ചെയ്യുന്നതിന് മുമ്പ് ഡിസ്കൗണ്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്. ഇതും നെഗോഷ്യബിൾ ആയിട്ടുള്ള അൺസെക്യൂർഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്, ബിയറർ ഫോമിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ ഇൻസ്ട്രുമെൻ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? കൊമേഴ്സ്യൽ ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ്. ഇൻഡിവിജ്വൽസിനും കോർപ്പറേഷൻസിനും കമ്പനീസിനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് ടൈറ്റ് ലിക്വിഡിറ്റി ബൈ കൊമേഴ്സ്യൽ ബാങ്ക്സ് ടു മീറ്റ് ദ
ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ്, ഹൈ ലിക്വിഡിറ്റി പീരീഡിലാണ് നോർമലി കൊമേഴ്സ്യൽ ബാങ്ക്സ് അത് യൂസ് ചെയ്യുന്നത്. മെച്യൂരിറ്റി പീരീഡ് ഓഫ് ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് റേഞ്ച് ഫ്രോം 91 days to 1 year. അപ്പോൾ ഇവിടുത്തെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 91 days to 1 year ആണ്. ദെൻ ബാങ്ക്സ് ആർ നോട്ട് അലൗഡ് ടു ഡിസ്കൗണ്ട് ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ ഇൻസ്ട്രുമെൻറ്റ് നോർമലി ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. കാരണം ആപ്ലിക്കേഷൻ ക്വസ്റ്റൻ അല്ലെങ്കിൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ നെക്സ്റ്റ് സെഗ്മെൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. It refers to the market or medium through which long-term funds, both debt and equity, are raised and invested. ഇപ്പോൾ ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു സോഴ്സാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത് ക്യാപിറ്റൽ മാർക്കറ്റ്. അത് ഡെറ്റ് ക്യാപിറ്റൽ ആവാം, ഡെറ്റ് ആവാം, ഇക്വിറ്റി ആവാം, അല്ലെ ഓണേഴ്സ് ഫണ്ട് ആവാം, അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് ആവാം. ഓക്കെ, ദെൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, കൊമേഴ്സ്യൽ ബാങ്ക് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്ന പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആവാം, കൊമേഴ്സ്യൽ ബാങ്ക്സ് ആവാം, അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആവാം. ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ആർ ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോൺസ്, മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് പബ്ലിക് ഡെപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് പറയുന്നത് ഇപ്പോൾ നമ്മൾ മണി മാർക്കറ്റിൽ പറഞ്ഞ പോലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഷെയർ, ഡിബെഞ്ചർ, ബോണ്ട്, മ്യൂച്വൽ ഫണ്ട് ആൻഡ് പബ്ലിക് ഡെപ്പോസിറ്റ്. യൂഷ്വലി ഇതൊക്കെ ഒരു ലോങ് പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ലിങ്ക് ബിറ്റ്വീൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ സേവേഴ്സ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റുന്നു. ഡീൽസ് വിത്ത് ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫണ്ട്സ്. ഇവിടെ ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫണ്ട്സ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. മേക്ക് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ഇൻ്റർമീഡിയറീസ്. ഇപ്പോൾ ഇവിടെ കുറേ ഇൻ്റർമീഡിയറീസ് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ സർവീസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ദെൻ ലീഡ്സ് ടു ദ ക്യാപിറ്റൽ ഫോർമേഷൻ. ഇപ്പോൾ ഓർഗനൈസേഷൻസിന് ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ളൊരു ആ ഒരു ബിഗ് ടാസ്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ദെൻ ഓപ്പറേറ്റ്സ് ഫ്രീലി ബട്ട് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ഗവൺമെൻറ് പോളിസീസ്. അപ്പോൾ വർക്കിംഗ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡൻസിനനുസരിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഫ്രീലി. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പലപ്പോഴും എക്സാംസിന് വീണ്ടും വീണ്ടും കണ്ടിട്ടുള്ളതും ചോദിച്ചിട്ടുള്ളതായ ഒരു ടോപ്പിക് തന്നെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്, മണി മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ ഡിഫറെൻറ്റ് ബേസിസിൽ നമുക്ക് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ടൈം സ്പാൻ ഓഫ് സെക്യൂരിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സ്പാൻ. അപ്പോൾ ടൈം അനുസരിച്ചിട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത് ലോങ് ടേം ആൻഡ് മീഡിയം ടേം സെക്യൂരിറ്റീസ് ആണ് അല്ലേ. ദാറ്റ് മീൻസ് മെച്യൂരിറ്റി പീരീഡ് മോർ ദാൻ 1 year ആയിരിക്കും. പക്ഷേ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് മാക്സിമം 1 year, ദാറ്റ് മീൻസ് വിത്തിൻ 1 year വരുന്ന ആ ഒരു മെച്യൂരിറ്റി പീരീഡിലാണ് നമ്മൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കണ്ടത്. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ആർ ലിക്വിഡ് ഓൺലി ടു സർട്ടൺ എക്സ്റ്റെൻറ്റ് ദാറ്റ് ദേ ആർ ട്രേഡബിൾ ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അപ്പോൾ ലിക്വിഡിറ്റി അത്ര ഹൈ ആയിട്ട് നമുക്ക് എന്തിൽ പറയാൻ പറ്റില്ല, ക്യാപിറ്റൽ മാർക്കറ്റിൽ പറയാൻ പറ്റില്ല അല്ലേ. ലെസ് ലിക്വിഡ് ദാൻ മണി മാർക്കറ്റ് എന്ന് പറയാൻ പറ്റൂ. സോ സെക്യൂരിറ്റീസ് ഇൻ ദ മണി മാർക്കറ്റ് ആർ ഹൈലി ലിക്വിഡ്. പക്ഷേ മണി മാർക്കറ്റിലെ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഹൈലി ലിക്വിഡ് സെക്യൂരിറ്റീസ് ആണ്. ഇനി റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്ന വെച്ചിട്ട് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഹൈ പോസിബിലിറ്റി ഓഫ് ഗെയിൻ, ഹൈ പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇവിടെ യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ലോങ് പീരീഡിലേക്കാണ്. മണി മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് ഹാവ് എ ഷോർട്ടർ മെച്യൂരിറ്റി പീരീഡ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇസ് ലോ അല്ലേ. വിത്തിൻ 1 year എന്ന് പറയുമ്പോൾ എത്രത്തോളം അവിടെ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ആ ഒരു ലിമിറ്റേഷൻ, ദാറ്റ് മീൻസ് ലിമിറ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല. ക്യാപിറ്റൽ മാർക്കറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം റിട്ടേൺസ് കൂടുതൽ എവിടെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ. പക്ഷേ മണി മാർക്കറ്റിൽ മെച്യൂരിറ്റി പീരീഡ് കുറവായതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലേതുപോലെ ബെറ്റർ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി ഇൻസ്ട്രുമെൻറ്റ്സ് പറയുകയാണെങ്കിൽ നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ലോങ് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അത് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ബോൺസ്, ഡിബെഞ്ചേഴ്സ്. മണി മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞു ഷോർട്ട് ടേം ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ പേപ്പർ, ട്രഷറി ബിൽ, CD, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, ഇതൊക്കെയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത് മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. ഇനി മറ്റൊരു ഡിഫറൻസ് പറയുന്നത് റിസ്കിൻ്റെ ബേസിസിലാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞാൽ നോർമലി റിസ്ക്കിയാണ്. ഓക്കെ, കാരണം എന്തിൻ്റെ കാര്യത്തിൽ, റിട്ടേണിൻ്റെ കാര്യത്തിൽ റിസ്ക്കിയാണ്. ഓക്കെ, ഇപ്പോൾ ലോങ് ടേം ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആണ് എങ്കിലും അതിൽ നിന്ന് വരുന്ന റിട്ടേൺ എങ്ങനെ വരും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നോർമലി സേഫാണ്. ഓക്കെ, കാരണം ഒരു ചെറിയ ഡ്യൂറേഷനാണ്. നോർമലി അത് ഇഷ്യൂ ചെയ്യുന്ന ടീംസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ടീംസ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ സേഫ്റ്റി കൂടുതലുള്ളത് എന്തിലാണ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റിലാണ്. സേഫ്റ്റി കുറവുള്ളത്, കുറച്ച് റിസ്ക് ഉള്ളത് എന്തിലാണ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്തൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നത്. പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് അല്ലേ. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, ഫ്രഷ് ഇഷ്യൂസ് നടക്കുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്.
സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനുള്ള മീൻസ് നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന പ്ലേസ് ആണ് എന്ത് സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അല്ലേ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന പ്ലേസ് ആണ്. അപ്പം നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈമറി മാർക്കറ്റ് ഡീൽസ് വിത്ത് ന്യൂ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. Then investors in this market are banks, financial institutions, insurance companies, mutual funds and individuals. അപ്പോൾ ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് പ്രൈമറി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടീംസ് ആരൊക്കെയാണ്? ബാങ്ക്സ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടാവാം, മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഇൻഡിവിജ്വൽസിനും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം പ്രൈമറി മാർക്കറ്റിൽ അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ പ്രൈമറി ന്യൂ ഇഷ്യൂ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. Then funds can be raised for setting up new projects, expansion, diversification, modernization of existing projects, mergers and takeovers. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് പ്രൈമറി മാർക്കറ്റിലൂടെ റേസ് ചെയ്യുന്നത് അല്ലേ. ദെൻ സെക്കൻഡറി മാർക്കറ്റിൽ എന്താണ്? ഡീൽസ് വിത്ത് ദ എക്സിസ്റ്റിംഗ് ഓർ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ്. ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് റീഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റ്സ് ആണെന്ത് സെക്കൻഡറി മാർക്കറ്റ്. ദെൻ ഹെൽപ്സ് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ടു ഡിസ്ഇൻവെസ്റ്റ് ആൻഡ് ഫ്രഷ് ഇൻവെസ്റ്റേഴ്സ് ടു എൻ്റർ ദ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ ഫ്രഷ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റിയ ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് സെക്കൻഡറി മാർക്കറ്റ്. Then indirectly contributes towards capital formation helpful ആവുന്നൊരു പ്ലേസ് ആണ്. Then trading of securities are done within the regulatory framework prescribed by the SEBI. Securities Exchange Board of India ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു കമ്പനി അതിൻ്റെ ഷെയറോ ഡിബെഞ്ചറോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഒക്കെ പ്രൈമറി മാർക്കറ്റിലൂടെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെ മെത്തേഡ്സ് ആണ്? ഫസ്റ്റ് വൺ, ഓഫർ ത്രൂ പ്രോസ്പെക്ട്സ്. പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. അതായത് ഒരു ഇൻവിറ്റേഷൻ ആണ്. അതായത് കമ്പനി ഇന്ന സെക്യൂരിറ്റീസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചുകൊണ്ട് കമ്പനി പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു ഇൻവിറ്റേഷൻ ആണ് ആക്ച്വലി എന്ത് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഓഫർ ത്രൂ പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് സബ്സ്ക്രിപ്ഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു, എന്നിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പബ്ലിക് അതെല്ലാം റീഡ് ചെയ്ത് കമ്പനിയിൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഷെയർ പർച്ചേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു പരിപാടിയാണ് ഓഫർ ത്രൂ പ്രോസ്പെക്ട്സ് നടക്കുന്നത്. ഇനി പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത് കമ്പനിക്ക് ഇഷ്ടമുള്ള പോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവിറ്റേഷൻ അല്ല അല്ലേ. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ദ പ്രോസ്പെക്ട് ഷുഡ് ബി മെയ്ഡ് സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പറയുന്ന അനുസരിച്ചിട്ടും ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് പറയുന്ന അനുസരിച്ചിട്ടും അതുപോലെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പറയുന്ന അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കണം, ഇതിൻ്റെയൊക്കെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടായിരിക്കണം പ്രോസ്പെക്ട്സ് ഇഷ്യൂ ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം. ഓക്കെ, അപ്പം ഇവിടെ ഇഷ്യൂസ് എന്ന് പറയുന്നത് പ്രോസ്പെക്ട്സ് വഴിയുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് അണ്ടർ റിട്ടേൺ ആയിരിക്കും. അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം കമ്പനിയുടെ നെയിം, ഡീറ്റെയിൽസ്, ഇതെല്ലാം ഇവിടെ പറഞ്ഞിരുന്ന കണ്ടീഷൻസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് വണ്ണായിട്ട് നമുക്കിവിടെ കാണാം ഓഫർ ഫോർ സെയിൽ. ഓഫർ ഫോർ സെയിൽ എന്താണ് ഇവിടെ? സെക്യൂരിറ്റീസ് ആർ ഓഫേർഡ് ത്രൂ ഇൻ്റർമീഡിയറീസ് വഴി സെക്യൂരിറ്റീസ് ഓഫർ ചെയ്യുന്നു. ഇൻ്റർമീഡിയറീസ് ക്യാൻ ബി ഇഷ്യൂയിങ് ഹൗസസ് ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്ന ഇഷ്യൂയിങ് ഹൗസസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആയിരിക്കും ഇവിടുത്തെ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. Then a company sells securities to brokers at an agreed price who then resells them to the public willing to invest. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? കമ്പനി ബ്രോക്കേഴ്സിന് സെക്യൂരിറ്റി സെല് ചെയ്യും ഒരു അഗ്രീഡ് പ്രൈസിൽ, എന്നിട്ട് ഈ ബ്രോക്കേഴ്സ് ആയിരിക്കും കമ്പനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? റീസെല് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ റീസെല്ലിംഗ് ആണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത് അല്ലേ. എ കമ്പനി നീഡ് നോട്ട് ടു ഗോ ദ ഫോർമാലിറ്റീസ് ഓഫ് ഇഷ്യൂയിങ്. അപ്പോൾ നോർമലി കമ്പനിക്ക് കുറച്ച് ബർഡൻ കുറയുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഈ ഓഫർ ഫോർ സെയിലിൽ കാണുന്നത്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ്സിനെ വെച്ചിട്ട് കമ്പനി അതിൻ്റെ സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുന്നു. അതാണ് ആക്ച്വലി ഈ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഒരു മീനിങ്ങിൽ വരുന്ന എന്തെങ്കിലും സെൻറ്റൻസസ് നമ്മുടെ കേസ് സ്റ്റഡി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം ഓഫർ ഫോർ സെയിലാണ്. കാരണം ഇൻ്റർമീഡിയറീസ് വെച്ചിട്ട് ഇഷ്യൂ ചെയ്യുന്ന പരിപാടി. ഓക്കെ, അടുത്തായിട്ട് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ബൈ കമ്പനി ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സം സെലക്ടഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ കമ്പനി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തില്ല. സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ സെലക്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇറ്റ് ഹെൽപ്സ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു റേസ് ക്യാപിറ്റൽ ഇൻ ലെസ്സർ ടൈം ദാൻ പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ നടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രൊസീജിയർ തന്നെയാണ്. അതിനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞ സമയത്തിൽ മണി റേസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പ്രൈവറ്റ്
പ്ലേസ്മെൻറ്റിൽ വരുന്നത് അല്ലേ. ദെൻ കോസ്റ്റ് സേവിങ് മെത്തേഡ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ കോസ്റ്റ് സേവിങ് മെത്തേഡാണ്. കാരണം എല്ലാവർക്കും പ്രോസ്പെക്ട്സ് ഇഷ്യൂ അല്ലെങ്കിൽ എല്ലാവർക്കും ഇത്രയും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കുറേ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് കോസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ കോസ്റ്റ് ഒക്കെ കുറേ അധികം എവിടെ സേവ് ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ റൈറ്റ്സ് ഇഷ്യൂ. പേര് പോലെ റൈറ്റ്സ് ഇഷ്യൂ എന്താ? റിലേറ്റ്സ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ടു സബ്സ്ക്രൈബ് ടു ന്യൂ ഷെയർസ് അക്കോർഡിംഗ് ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ കമ്പനി. അപ്പോൾ ഓൾറെഡി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള പേഴ്സൺസിന് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി, അതിന് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓൾറെഡി അവർക്ക് റൈറ്റ് ഉള്ളവരാണ് അല്ലേ. സോ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഓഫേർഡ് എ റൈറ്റ് ടു ബൈ ന്യൂ ഷെയർസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ നമ്പർ ഓഫ് ഷെയർസ് ദേ ഓൾറെഡി പോസ്. അപ്പോൾ അവർ എത്ര ഷെയർ ആണ് ഓൾറെഡി എടുത്തിട്ടുള്ളത് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വീണ്ടും ഷെയർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് റൈറ്റ്സ് ഇഷ്യൂവിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് IPOs. IPOs എന്ന് വെച്ചാൽ എന്താ? ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് അല്ലേ. അപ്പോൾ ഇവിടെ ഓൺലൈനായിട്ടുള്ള വരുമ്പോൾ എന്താ? ഇലക്ട്രോണിക്. അപ്പോൾ ഓൺലൈൻ സിസ്റ്റത്തിലൂടെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മൾ IPOസിൽ പറയുന്നത്. എ കമ്പനി നീഡ്സ് ടു എൻ്റർ ഇൻ ടു എഗ്രിമെൻറ്റ് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദിസ് ഇസ് കോൾഡ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. അപ്പം കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ഒരു എഗ്രിമെൻറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. ദെൻ ബ്രോക്കേഴ്സ് രജിസ്റ്റേർഡ് വിത്ത് SEBI ആർ അപ്പോയിൻറ്റഡ് ഫോർ അക്സെപ്റ്റിംഗ് ആപ്ലിക്കേഷൻസ് ആൻഡ് പ്ലേസിംഗ് ഓർഡേഴ്സ് വിത്ത് ദ കമ്പനി. അപ്പം സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിനാണ് ഈ കമ്പനിയുമായിട്ട് ഈ ഡീലിങ്സ് നടത്താനുള്ള റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നത്. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ രജിസ്റ്റർ ബൈ ദ ഇഷ്യൂർ കമ്പനി ഫോർ ബിൽഡിംഗ് ഇലക്ട്രോണിക് കണക്ടിവിറ്റി വിത്ത് ദ എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ രജിസ്ട്രാർ വേണം. അതുപോലെ ഇഷ്യൂർ കമ്പനി മേ ഗെറ്റ് ഇറ്റ് സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഓൺ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ച് എക്സെപ്റ്റ് ഫോർ ദ വൺ ഫ്രം വെയർ ഇറ്റ് ഓഫേർഡ് ഇറ്റ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം എന്നും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ IPO ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൽ പറയുന്നത്. അപ്പോൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് സെക്കൻഡറി മാർക്കറ്റാണ്. സെക്കൻഡറി മാർക്കറ്റിൽ എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദാറ്റ് മീൻസ് ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് ആണ് അവിടെ ഡീൽ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ദെൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് എ പ്ലാറ്റ്ഫോം ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് സെക്യൂരിറ്റീസ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്കറിയാം, അവിടെ നമ്മളുടെ കമ്മോഡിറ്റീസ് കിട്ടുന്ന പ്ലേസ് അല്ല, സെക്യൂരിറ്റീസ് കിട്ടുന്ന പ്ലേസ് ആണ് അല്ലേ. പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനും പറ്റുന്ന പ്ലേസ്, സെക്യൂരിറ്റീസ്. ദെൻ അതുപോലെ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ജനറേറ്റിംഗ് ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസസ് ദ കമ്പനീസ് ആക്ട് ഇൻ 1850. അപ്പം ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിന് വലിയൊരു കാര്യമാണ്, ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. കാരണം ഇങ്ങനെയുള്ള കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിൽ നമ്മളെപ്പോലുള്ള സാധാരണ പബ്ലിക്കാണ് എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഇൻവെസ്റ്ററുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്പനീസ് ആക്ട് 1850 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഓക്കെ എന്നുള്ളൊരു പർപ്പസിന് മെയിനായിട്ടും. Then the first stock exchange was established in 1875 as a Native Share and Stock Brokers Association, Bombay. It was later renamed Bombay Stock Exchange. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1875 അപ്പോൾ അതിൻ്റെ പേര് ദ നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്നായിരുന്നു. ഓക്കെ, ദെൻ പിന്നീടാണത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്കി മാറ്റിയത്. Then subsequently over the years the stock exchanges were also developed in Ahmedabad, Calcutta and Madras. അപ്പോൾ അതിനുശേഷം പലയിടത്തും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഓരോരോ മെയിൻ സിറ്റീസിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നിട്ടുണ്ട്. Then till 1990s the Indian secondary market comprised only regional stock exchanges. And after the economic reforms of 1991, അപ്പോൾ 1991 economic reforms നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേറെ ചാപ്റ്റർ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് സ്ലൈറ്റായിട്ട് അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അക്യൂർഡ് എ 3-tier സിസ്റ്റം കംപ്രൈസിങ് റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, ദറ്റ് ഈസ് OTCEI. അപ്പോൾ ആ ഒരു എക്കണോമിക് റീഫോംസിന് ശേഷമാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു 3-tier സിസ്റ്റം വന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെക്കൻഡറി മാർക്കറ്റിനെ പറ്റി ബേസിക്കായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ടോപ്പിക്സ് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഈ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ റിമൈനിങ് ടോപ്പിക്സും കൂടെ ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.